നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓൺലൈനായി ഷെയർ ട്രേഡിംഗ് നടത്തി ലാഭവിഹിതം നൽകാമെന്ന വാഗ്ദാനം നൽകി തട്ടിപ്പ്. പുതുക്കണ്ടം സ്വദേശി അലക്സാണ്ടർ തോമസ് ആണ് തട്ടിപ്പിന് ഇരയായത്. ഇയാളുടെ കയ്യിൽ നിന്നും 6 ലക്ഷം രൂപയാണ് തട്ടിപ്പുകാർ കവർന്നത്. 2024 നവംബർ 24-നാണ് അലക്സാണ്ടർ ഇൻസ്റ്റഗ്രാമിൽ ട്രേഡിംഗിന്റെ പരസ്യം കാണുന്നത്. ലിങ്ക് വഴി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയായിരുന്നു. തുടർന്ന് ട്രേഡിംഗ് വഴി പണം ലഭിക്കുകയും ചെയ്തു. കൂടുതൽ പണം നൽകിയാൽ 300% വരെ ലാഭം നൽകാമെന്നാണ് തട്ടിപ്പുകാർ അലക്സാണ്ടറിന് വാഗ്ദാനം നൽകിയത്. അക്കൗണ്ട് വഴി ട്രേഡ് ചെയ്യാമെന്നും തട്ടിപ്പ് സംഘം അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് 17,000 രൂപ അലക്സാണ്ടർ നൽകുകയായിരുന്നു. ഡിസംബർ 23-നാണ് ഈ തുക നിക്ഷേപിക്കുന്നത്. പിന്നീട് ഇവരുടെ പല അക്കൗണ്ടുകളിലായി 6,19,803 രൂപയോളം ഇയാൾ നിക്ഷേപിച്ചു. 20 കോടിയുടെ ഹെറോയിൻ കടത്തി. ടാൻസാനിയൻ പൗരനെ വെറുതെ വിട്ട കോടതി. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി 20 കോടിയോളം വില വരുന്ന ഹെറോയിൻ കടത്താൻ ശ്രമിച്ച കേസിൽ ടാൻസാനിയൻ പൗരനെ കോടതി വെറുതെ വിട്ടു. എറണാകുളം 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഹെറോയിൻ കണ്ടെത്തിയെന്ന് പറയുന്ന ചെക്ക് ഇൻ ബാഗേജ് പ്രതിയുടേതാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. കൂടാതെ സംഭവ സമയത്ത് വിമാനത്താവളത്തിലെ CCTV ഫുട്ടേജ് കോടതിയിൽ ഹാജരാക്കാൻ CRIക്ക് സാധിക്കാത്തതും പ്രോസിക്യൂഷന് തിരിച്ചടിയായി. 2022 മെയ് 28-നാണ് ടാൻസാനിയൻ പൗരനായ മുഹമ്മദ് അലി കുയ്യാമനോയെ വിമാനത്താവളത്തിൽ വെച്ച് DRI അറസ്റ്റ് ചെയ്യുന്നത്. 1 മാസത്തിനുള്ളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത 3-ാമത്തെ വലിയ ലഹരി മരുന്ന് കേസിലാണ് പ്രതിയെ വെറുതെ വിടുന്നത്. ഇത് കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ടാങ്കർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. അരൂരിൽ ടാങ്കർ ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അരൂർ ചന്ദിരൂർ സ്വദേശി കോന്നിച്ചിറയിൽ അക്ബർ ദിൽഷാദാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. അരൂർ പോലീസ് സ്റ്റേഷന് സമീപം ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. മേൽപ്പാലം നിർമ്മാണത്തിന് വെള്ളം തളിക്കാനെത്തിയ ടാങ്കർ ലോറിയുമായാണ് ദിൽഷാദിന്റെ ബൈക്ക് കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ദിൽഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ട യുവതി ഗുരുതരാവസ്ഥയിൽ. സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. കഴിഞ്ഞ ദിവസമായിരുന്നു കയർ മുറുകി പരിക്കേറ്റ നിലയിൽ 20-കാരിയെ ചോറ്റാനിക്കരയിലെ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. കൈകൾ ഉറുമ്പരിച്ച നിലയിലായിരുന്നു. യുവതിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി. സംഭവ ദിവസം വീടിനടുത്ത് ഒരു ചെറുപ്പക്കാരനെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതേ തുടർന്ന് യുവതിയുടെ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ചെന്താമര പിടിയിൽ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര പിടിയിൽ. പോത്തുണ്ടി മട്ടായിൽ പോത്തുണ്ടിമലയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. വൈകുന്നേരം പോത്തുണ്ടി മട്ടായിൽ ചെന്താമരയെ കണ്ടതായി വിവരം ലഭിച്ചതിന് പിന്നാലെ നാട്ടുകാരും പ്രദേശത്ത് ചെന്താമരയ്ക്കായി വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയ ശേഷമാണ് ചെന്താമര പിടിയിലായത്. ചെന്താമര ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം മരിച്ചുപറക്കി പരിശോധിച്ചതിന് ശേഷമാണ് ചെന്താമര പിടിയിലായത്. പോത്തുണ്ടിമലയിൽ നിന്നും പ്രതിയെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത്. വിവരമറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട്.